നമസ്കാരം. കാര്യസാധ്യത്തിന് ഏത് ദേവനെയാണ് ഭജിക്കേണ്ടത് എന്നുള്ളതാണ്. ഒരുപാട് അഭിപ്രായങ്ങളുണ്ട്. അവരവരുടെ ഇഷ്ടദേവതയുണ്ട്, ഉപാസനാമൂർത്തി വേറെയുണ്ട്, ചെയ്യുന്നുണ്ട്. ഇഷ്ടദേവൻ തന്നെ ഉപാസനാമൂർത്തി, അങ്ങനെ കുലദേവത പരദേവത ഉപാസിക്കുന്നു. നമുക്കെല്ലാം ഒന്ന് തന്നെയാണ്. ഈശ്വരൻ ഒന്നേ ഉള്ളൂ, അദ്വിതീയനാണ്. ബാക്കി നമുക്ക് കോടിക്കണക്കിന് ദേവതകളുണ്ട്. 33 കോടി ദേവതകളെന്ന് പറയുന്നു. അതിൻ്റെ തത്വം വേറെയാണ്, 33 അതിലേക്കൊന്നും കടക്കുന്നില്ല. കോടിക്കണക്കിന് ദേവതകളുണ്ട്, ദേവതാ ഭാവങ്ങളാണ്. അപ്പോൾ ആ ഭാവത്തെയാണ് നാം സ്തുതിക്കുന്നത്. ദുർഗ എന്ന ഭാവം, കാളി എന്ന ഭാവം എന്നിങ്ങനെ പോകുന്നു. അങ്ങനെ നമുക്കിവിടെ ചിന്തിക്കുന്ന ഒരു വിഷയം കാര്യസാധ്യത്തിന് ഹനുമാൻ എന്നുള്ളതാണ്. അപ്പോൾ ആഞ്ജനേയനെ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. കാരണം നമുക്ക് കോൺഫിഡൻസ് കുറവാണ് ആക്ച്വലി. പൊതുവെ പുരാണങ്ങളിൽ നോക്കിയാൽ തന്നെ ഹനുമാൻ സൂര്യനെ പിടിക്കാൻ വേണ്ടി പോവുകയാണ്. ഹനുമാൻ സൂര്യനെ പിടിച്ചോ പിടിച്ചില്ലയോ എന്നാണ് ഇവിടെ നാം ചർച്ച ചെയ്യുന്നത്. അദ്ദേഹം സൂര്യനെ പിടിച്ചാലും പിടിച്ചില്ലെങ്കിലും നമ്മളിവിടെ ചിന്തിക്കേണ്ട വസ്തുത സൂര്യനെ ഞാൻ വിഴുങ്ങുമെന്നുള്ള ഒരു തോട്ട് പ്രോസസ്സിനെയാണ്. ആ ചിന്ത മനസ്സിൽ ഉദിച്ചു, അതിലേക്ക് പുള്ളി പോവാണ്. ഞാൻ അത്രയ്ക്ക് ചെയ്യും, ഇല്ലെങ്കിൽ ആ ഒരു കോൺഫിഡൻസ്. ഇതിനെ ഓവർ കോൺഫിഡൻസ് എന്ന് വ്യാഖ്യാനിക്കരുത്. ഇനിയിപ്പോൾ അതുമായിട്ട്, കാരണം ഒരു നാണയത്തിന് 2 വശങ്ങളുണ്ട്. ഇനിയിപ്പോൾ അതിന് അമ്മയെ തല്ലിയാലും 2 പക്ഷമാണ്. നമ്മുടെ പക്ഷം നമുക്ക് ചിന്തിക്കാം. അങ്ങനെ ഹനുമാനെ ഭജിക്കുമ്പോൾ, ആഞ്ജനേയ സ്വാമിയെ ഭജിക്കുമ്പോൾ നമ്മുടെ ധൈര്യം, സഹജമായ ധൈര്യം ഇല്ലെങ്കിൽ കോൺഫിഡൻസ് വർദ്ധിക്കുകയാണ്. കാര്യസാധ്യത്തിന് ആഞ്ജനേയനെ പോലെ വേറെ ദേവതയില്ല എന്ന് തന്നെ പറയാം. അസാധ്യ സാധക സ്വാമിൻ അസാധ്യം തവകിം വദ രാമദൂത കൃപാസിന്ധോ മത്കാര്യം സാധയ പ്രഭോ എന്നുള്ളതാണ്. എൻ്റെ കാര്യം സാധിക്കണേ എന്ന്, സാധിച്ചു തരണേ എന്ന് വീണ്ടും 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 അദ്ദേഹത്തോട് റിക്വസ്റ്റ് ചെയ്യുകയാണ്. അസാധ്യ സാധക സ്വാമിൻ, അസാധ്യങ്ങളായ കാര്യങ്ങളെ തന്നെ. അപ്പോൾ എന്താണോ അസാധ്യം, അദ്ദേഹത്തിന് അസാധ്യമെന്നില്ല, അസാധ്യമെന്ന ചോദ്യമേ ഇല്ല. അപ്പോൾ ആ ലെവലിലാണ് അദ്ദേഹത്തിൻ്റെ ചിന്ത. അങ്ങനെ നമ്മുടെ കാര്യം സാധിക്കുവാനായി ഹനുമാനെ ഭജിക്കുക. അതവരവർക്ക് തോന്നുന്ന രീതിയിൽ, സാധിക്കുന്ന രീതിയിൽ വ്രതമെടുത്ത് ജപത്തോടുകൂടി, നാമമാണ്, നാമമന്ത്രങ്ങൾ ജപിക്കുക. ഹനുമത് അഷ്ടോത്തരം, ഹനുമാൻ ചാലിസയൊക്കെ ഉണ്ട്, ഇന്ന് വളരെ പ്രസിദ്ധമാണ്. മന്ത്രത്തിൻ്റെ അർത്ഥം അറിയില്ല, കുഴപ്പമില്ല. തജ്ജപസ്തദർത്ഥഭാവനം എന്ന് പറയുന്നുണ്ട്. അതിലേക്ക് ആയിട്ടില്ല, ആദ്യം നമുക്ക് കാണാതെ പഠിക്കാം. അർത്ഥം അറിയാതെ തന്നെയാണല്ലോ നാം ട്വിങ്കിൾ ട്വിങ്കിൾ ലിറ്റിൽ സ്റ്റാർ എന്ന് പഠിച്ചത്. സ്റ്റാർ ഈസ് നോട്ട് ലിറ്റിൽ എന്ന് 10 കൊല്ലം കഴിഞ്ഞിട്ടാണ് നാം മനസ്സിലാക്കിയത്. അതുകൊണ്ട് തീ അറിഞ്ഞു തൊട്ടാലും അറിയാതെ തൊട്ടാലും പൊള്ളും. അതായത് അതിനൊരു ഫലമുണ്ട്. തീർച്ചയായിട്ടും നാമമന്ത്രങ്ങൾക്ക് ഫലം ഉണ്ട് എന്നുള്ളതാണ്. അങ്ങനെ എത്രയെത്ര രഘുനാഥ കീർത്തനം എന്ന് പറയുന്നു. ഇത് ഏവർക്കും അറിയാം. അങ്ങനെ ഹനുമാൻ രാമനാമം കൊണ്ട് തൃപ്തിപ്പെടും. അപ്പോൾ ഹനുമത് സന്നിധിയിൽ പോകുമ്പോൾ ആദ്യം നമ്മുടെ വായിൽ നിന്ന് വരേണ്ടത് രാമ 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 എന്നിങ്ങനെ ജപിച്ചുകൊണ്ട് തന്നെ ഹനുമത് സന്നിധിയിൽ കയറണം എന്നുള്ളതാണ്. അതിനുശേഷം ഹനുമാൻ്റെ ശ്ലോകങ്ങൾ, അഷ്ടോത്തരം, കവചം എന്നിങ്ങനെ കുറേയുണ്ട്. അതവരവരുടെ ഇഷ്ടമാണ്. ഇന്നെല്ലാം ലഭ്യമാണ്. തെറ്റുകൾ തിരുത്തി യൂട്യൂബിൽ നിന്നൊക്കെ നോക്കാം, കുഴപ്പമൊന്നുമില്ല. ശ്ലോകങ്ങളെല്ലാം തന്നെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് എടുത്ത് നമുക്ക് ജപിക്കാവുന്നതാണ്. അല്ലാതെ മൂലമന്ത്രമല്ല, മൂലമന്ത്രം ഗുരുമുഖത്ത് നിന്ന് തന്നെ പഠിക്കണം എന്നുള്ളതാണ്. കാരണം ഗുരുവാണ് എല്ലാം. കർണാത് കർണോപദേശേന സംപ്രാപ്തം അവനീതലം എന്നുള്ളതാണ്. കർണാത് കർണം എന്നാണ്. അപ്പോൾ ആ ഉപദേശം ഒരു കാതിൽ നിന്ന് ഗുരു ശിഷ്യനിലേക്ക്, ശിഷ്യൻ അദ്ദേഹത്തിൻ്റെ ശിഷ്യനിലേക്ക്, അങ്ങനെ പരമ്പരയായിട്ടാണ് ആ ഉപദേശം നിന്ന് പോകുന്നത്. ഗുരുക്കന്മാരെ കിട്ടുവാനില്ല എന്നൊന്നും ഒരിക്കലും പറയരുത്. തീർച്ചയായിട്ടും ഇന്ത്യയിലില്ലാത്ത ഗുരുക്കന്മാരൊന്നും ലോകത്ത് ഒരു സ്ഥലത്തും കാണില്ല. നമ്മളതിനെ ഒന്ന് കണ്ടെത്തണം. അന്വേഷിപ്പിൻ, കണ്ടെത്തും എന്നുള്ളതാണ്. സദാശിവസമാരംഭാം ശങ്കരാചാര്യ മധ്യമാം അസ്മത് ആചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം എന്ന് ഏവർക്കും അറിയാം ആ ശ്ലോകം. ഈ ഒരു വിഷയം മനസ്സിലേക്ക് വെക്കുക. കാര്യസാധ്യത്തിന് ആഞ്ജനേയ സ്വാമിയെ ഭക്തിപൂർവം, ശ്രദ്ധാപൂർവം ഭജിക്കുക എന്നുള്ളതാണ്. നമസ്കാരം.